ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഹായ്, നമുക്കിന്നൊരു കാന്താരിമുളക് ചമ്മന്തി അരയ്ക്കാം. അതിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഈ കാന്താരിമുളക് എല്ലാ വീട്ടിലെ പറമ്പുകളിലും കാണുന്നതാണ്. നമുക്കിതൊരു വെച്ചൊരു ചമ്മന്തി അരയ്ക്കാം. ഉള്ളിയെല്ലാം തൊളിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇനി നമുക്കൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടികൊള്ളി കൊണ്ടൊന്ന് ഇടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാനിപ്പം ഇടികല്ല് കൊണ്ട് ഇടിച്ചെടുക്കുക. ഇപ്പം എല്ലാവരും എളുപ്പമായിട്ട് മിക്സിയുടെ ജാറിൽ അങ്ങ് അരച്ചെടുക്കും. നമുക്ക് ഇടികല്ലുണ്ടായതുകൊണ്ട് നമുക്ക് ഇടിച്ചെടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, പുഴുക്കിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് കുറച്ചായിട്ട് നമുക്ക് ഇടിച്ചുണ്ടാക്കാം. അല്ലേ, നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പാത്രത്തിലോട്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാതെ പുഴുക്കിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇന്നതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. പുതിയ പുതിയ വീഡിയോസായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. എല്ലാവരും ഇങ്ങനൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നത്. പഴമയുടെ രുചിയാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. വീഡിയോ കണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.